അതായത് നമ്മൾ ഇന്ന് നാർസിസത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് NPD വിക്ടിംസ് എന്നുള്ള നിലയ്ക്ക് നാർസിസ്റ്റിക് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നാർസിസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ NPD വിക്ടിം ജേർണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുന്ന സമയത്ത് ആസ് ആൻ NPD വിക്ടിംസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേയധികം വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പലപ്പോഴും ഈ നാർസിസ്റ്റിക് അബ്യൂസിനെ പല ആൾക്കാരും വളരെയധികം നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി നാർസിസ്റ്റ് ആവുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ കാരണമായിരിക്കും അവർ നാർസിസ്റ്റ് ആയത് എന്നുള്ള തരത്തിലുള്ള നോർമലൈസേഷൻ ഇപ്പൊ വളരെ കോമൺ ആയി സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ചൈൽഡ്ഹുഡിലുള്ള അവരുടെ മോശം അനുഭവങ്ങളാണ് അവരെ NPD ആക്കുന്നതെങ്കിൽ പോലും പക്ഷെ വളർന്ന് വലിപ്പമായി നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ വി ഹാവ് എ ചോയ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടാവും. നമുക്കതിലെ തിരുത്തലുകൾ വരുത്താനായിട്ട് ഒരു വ്യക്തിക്ക് ബോധം ഉണ്ടാവേണ്ടതാണ്. അതിനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലനിൽക്കുന്നത്, നമ്മുടെ സാമൂഹികമായിട്ട് നമ്മളെ എല്ലാം പഠിപ്പിക്കുന്ന, എല്ലാവരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ റിഫോംസിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതും നമ്മുടെ തെറ്റുകളെ തിരുത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പൊ ഈ നോർമലൈസേഷൻ ഒരിക്കലും എഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതെയോ? ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ജനറ്റിക്കലായ റീസൺ കൂടി ഇതിന് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതായത് കുറച്ച് ബ്രെയിൻ ഡിസ്ഫങ്ഷനിങ്, ഇവർക്ക് എമ്പതി മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് ഇവർക്കുള്ളത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ മെന്റൽ സ്റ്റേറ്റ് ഉള്ള വ്യക്തികളെ സഹിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മള് പാമ്പിന് വിഷമുണ്ട് എന്നറിഞ്ഞിട്ടും അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാറില്ല, കാരണം അതിന്റെ കൊത്തുകൊള്ളും നമുക്കറിയാം. അപ്പൊ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്, ഇതിനെ കുറിച്ച് റിയലൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ. അതെ, ഒരു ടോക്സിക് ട്രേറ്റും നമുക്ക് ചോയ്സ് ഉണ്ടായിരിക്കുമ്പോ മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഓരോ സിറ്റിസനും എടുക്കണം എന്നുള്ളതാണ്. അവനവനെ തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന തെറാപ്പീസ്. ഇതിന് ഈ പറയുന്ന NPD ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും എഗ്രി ചെയ്യാത്ത കാര്യമാണ് അവരൊരു തെറാപ്പിക്കോ അവരൊരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റിനോ തയ്യാറാവുക. സോ അത്തരം മനുഷ്യരെ നമ്മൾ ക്യാരി ചെയ്യും, ഇതിന് പുറത്തോട്ടുള്ള മനുഷ്യരെ അവരെ ഉപദ്രവിക്കാൻ ലെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇറ്റ്സ് ഓൾസോ എ ക്രൈം. അതായത് അവര് മാറില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ ഇത് സഹിച്ചോളണം എന്ന് പറയുന്നതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ഇവര് ഉറക്കം നടിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവര് ആ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് പൊതുവെ വിക്ടിംസിനോട് സംസാരിച്ചിട്ടാണ് അവരതിനെ ടാക്കിൾ ചെയ്തെടുക്കുന്നത്, വിക്ടിംസിനെ മാറ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ. അപ്പൊ അതില് അങ്ങനെ ഒരു ചാൻസും കൂടെ കൊടുത്താൽ അവരത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതെ, നമുക്ക് ഈ സൈക്കോപാത്തുകളെയും അല്ലെങ്കിൽ NPD പോലുള്ള ചൈൽഡ്ഹുഡ് പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക അവസ്ഥയല്ലല്ലോ ഉള്ളത്. അത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട കാര്യമല്ല. അതെ, ഓൺ ദ അതർ സൈഡ് എംപാത്തിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ, അതുമാത്രമല്ല ഇവര് നമ്മുടെ ഒരു തലമുറയെ നശിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഇപ്പോ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഫാമിലി ഉറപ്പായിട്ടും ഡിസ്ഫങ്ഷണൽ ഫാമിലി ആയിരിക്കും. ഇവര് സ്പ്രെഡ് ചെയ്യാണ് നാർസിസത്തിനെ നമ്മളെ നോർമലൈസ് ചെയ്യുന്നത് വഴി പുതിയ തലമുറയിൽ നാർസിസത്തിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ അവര് ഫ്ലൈ മങ്കീസ് ആയിട്ട് മാറുകയാണ്. പിന്നെ ഒരുപാട് പേര് സൂസൈഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള പല അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് എത്തുന്നുണ്ട് വിക്ടിംസ്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അവരോട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇതിനെന്താ അർത്ഥമുള്ളത്? അതെ, ഈ ജയിലിലൊക്കെ ഇവർക്ക് മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് അവരെ പരിപോഷിക്കുന്നതിൽ ഇനി NPDs പരിപോഷിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു നോർമലൈസേഷൻ ഇപ്പോൾ വളരെയധികം നടക്കുന്നുണ്ട്. The society itself is filled with NPDs, and the person who are in powerൽ ഇരിക്കുന്നവരും are NPDs ആണ്. The whole society is NPDs അല്ലേ? പവർ മോങ്കേഴ്സ് ഒക്കെ ഈ NPD ഇതിൽ വരുന്നവരാണ് അല്ലേ? അതെ,
ഇപ്പൊ ഈ അതായത് ഒക്കെ എങ്ങനെയാണ് ആ ഒരു പനിഷ്മെന്റ് കിട്ടിയിട്ടും എക്സാം എഴുതാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. ഈ നാർസിസ്റ്റുകള് മാറ്റമില്ലാതെ തുടരുന്ന എല്ലാ എനേബിളേഴ്സിനുള്ള റോള് വളരെ റിമാർക്കബിൾ ആണ്. നാർസിസ്റ്റുകൾ എന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നു. വിക്ടിംസിന്റെ ന്യായത്തിനു വേണ്ടി ഇവർ ഒരിക്കലും ശബ്ദം ഉയർത്തുവോ വിക്ടിംസിനെതിരെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഇവർക്കുള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ പോലും ഇവരത് പുറത്തു പറയുന്നില്ല. ഇങ്ങനെ വിക്ടിംസ് എല്ലായിടത്തും ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും അവരുടെ അവകാശങ്ങൾ എല്ലായിടത്തും ഹനിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം നാർസിസ്റ്റുകളെ തിരുത്തുക എന്നുള്ളത് അവനവന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഒരിക്കലും എനേബിളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അതൊരു സോഷ്യൽ ഫാക്ടറാണ്. അത് ശരിയാണ്. പവറിലിരിക്കുന്ന ആള് തന്നെ നാർസിസം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നാർസിസവും ഭയങ്കര പരസ്പരം ആകർഷിക്കുന്നുണ്ട്, ശക്തി കൂടുന്നുണ്ട് അതിന്. അതെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മളിപ്പോ എംപാത്സ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ പറയട്ടെ. ഇപ്പം